അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ജാഫർ കാക്ക വന്നു. ജാഫർ കാക്ക രാവിലെ നമ്മുടെ മോർണിംഗ് സോങ്ങിൻ്റെ കൂടെ നല്ല മാസ്സായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ചാനലുകാർ പറഞ്ഞതുപോലെ ജാഫർക്ക വന്നിട്ട് ജാസ്മിനെ എടുത്ത് ഇണ്ടനടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നടന്നത് നേരെ തിരിച്ചാണ്. സംഭവം എല്ലാം ഓക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബഗഡെല്ലാം കളിച്ചിട്ടുണ്ട് നമ്മുടെ ജാസ്മിന്. പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്, അതൊക്കെ അറിയാം ജാഫർക്കാക്ക്. പക്ഷേ ജാഫർക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നല്ലൊരു അച്ഛനായിട്ട് പുള്ളിക്കാരത്തിനെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ ഒരുപാട് നെഗറ്റീവുകളുണ്ട് നിനക്ക് പുറത്ത്, പക്ഷേ അതൊന്നും നീ കാര്യമാക്കണ്ട. നിൻ്റെ അത്തയും ഉമ്മയും എല്ലാം നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക. ഇപ്പം അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് തന്നെയാണ് നിന്ന് കളിക്കുന്നത്. ഗബ്രി പോയാൽ പിന്നെ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ കളിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഫർക്ക അടിപൊളിയായിട്ട് അത് ഡീൽ ചെയ്തു. ജാഫർക്കേൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരത്തിനോട് പറയണമെന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ബിഗ് ബോസിനെ പേടിച്ചിട്ട് ബിഗ് ബോസ് 1-2 പ്രാവശ്യം നമ്മുടെ അനൗൺസ് ചെയ്യുകയും ചെയ്ത്, മോനെ ജാഫർക്ക അധികം ഒന്നും പറയരുത്, കാരണം ഓൾറെഡി നിനക്ക് പണ്ട് ഞാൻ ഫോൺ വിളിച്ച് സംസാരിക്കാനൊരു ചാൻസ് തന്നതാണ്, അത് തന്നെ ഇപ്പം പണിയായിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നീ വെറുതെ പുറത്തെ കാര്യങ്ങളും കൂടി പോയി പറയരുത് എന്ന് നമ്മുടെ ജാഫർക്കയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ ഡയറക്റ്റ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അതായത് കൺഫെഷൻ റൂമിൽ വിളിച്ച് വരുത്തിയിട്ടാണ് വാണിംഗ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ജാഫർക്ക വരുമ്പോൾ തന്നെ ജാഫർക്കേൻ്റെ കൂടെ ഒരു പാവയും കൂടെ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു പാവക്കുട്ടി. അപ്പോൾ ഈ സംഭവം പല പ്രാവശ്യം ജാസ്മിനോട് ഇദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, നിനക്ക് ഈ പാവ ഏതാണെന്ന് അറിയാമോ, ഇത് ഏതാ സംഭവം എന്നറിയോ എന്നൊക്കെ. പക്ഷേ പുള്ളിക്കാരത്തി മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ വിഷയത്തിലേക്ക് നമ്മുടെ ജാസ്മിൻ കടക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഈ പാവ എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ്റെ പുറത്തുള്ള ആ കല്യാണം ഉറപ്പിച്ച് വെച്ച പുള്ളിക്കാരനില്ലേ, പുള്ളിക്കാരൻ കൊടുത്ത പാവയാണ് പണ്ട്. അപ്പം അത് ഇവളുടെ ഉള്ളിലേക്ക് വീണ്ടും ആ പഴയ ഒരാളുടെ മുഖം കടത്തി വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാഫർക്കയും ഉമ്മയും ചെയ്തൊരു പരിപാടിയാണ്. സംഭവം ശരിയാണ്. അതായത് മറന്നുപോയിരിക്കുന്ന, ഇപ്പോൾ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഉപ്പേൻ്റെ ഉമ്മേൻ്റെ മുഖം തന്നെ മറന്നുപോയി. അപ്പോൾ പിന്നെ ഈ പറയുന്ന പുറത്ത് കല്യാണം ഉറപ്പിച്ചു എന്ന് പറയുന്ന ആളുടെ മുഖം മറക്കൂലേ, അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളതാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ കഴുത്തിൽ നിന്നും ഗബ്രിയുടെ മാല ഊരുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ മാല ഊരുന്ന സമയത്ത് നമ്മുടെ ജാസ്മിൻ തീരെ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഉപ്പ പറയാണ്, മോനെ ഇത് മാറ്റിയിട്ട് ഞാൻ കൊണ്ടുവന്ന മാല ഇട്, നീ ഇതിട്ടേ പറ്റൂ എന്നുള്ളത് പറയാണ്. ഈ മാല ആര് കൊടുത്താണ് എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ആ മാല, ഗബ്രിയുടെ മാല ഊരി ഇവർ കൊണ്ടുവന്ന മാല കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. അതോടുകൂടി നമ്മുടെ ജാസ്മിനെ പുതിയൊരു ശക്തി ആ മാലയിലൂടെ കിട്ടി എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം പഴയ ഓർമ്മകളിൽ നിന്നും എല്ലാം മാറി പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, ഇനിയുള്ള 30 ദിവസം ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് കപ്പ് നേടി വരൂ എൻ്റെ കുട്ടി എന്ന് നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പ പുള്ളിക്കാരത്തിക്ക് ഒരു അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ഏതായാലും പുറത്ത് കുറേ നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് ജാസ്മിൻ്റെ ഉപ്പയ്ക്കും അറിയാം, ജാസ്മിനും അറിയാം, എല്ലാം അറിയാം. പക്ഷെ എന്നാലും ഉള്ളിലെത്തിയിട്ട് ബാക്കിയുള്ളവർ വിചാരിച്ചതുപോലെ എടുത്തിണ്ടനടിക്കാനോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനോ നിന്നില്ല. നൈസായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഉപ്പയാണേലും ഉമ്മയാണേലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ കുറേ പ്രാവശ്യം കഴിഞ്ഞ ദിവസം മറ്റേ അപ്സരേനെ തല്ലി പുറത്ത് പോയി എന്നൊക്കെയുള്ളൊരു ന്യൂസില്ലേ, ആ ന്യൂസൊക്കെ നൈസായിട്ട് വായിന്ന് ചാടിപ്പോയതാണ്. കാരണം അവിടെ ഉള്ളവർ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളത് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായി. കാരണം നമ്മുടെ ജാഫർക്ക ഇങ്ങനെ അറിയാണ്ട് അപ്സരേനെ നീ തല്ലിയത് പുറത്ത് എന്ന് പറയുമ്പോൾ തന്നെ എപ്പം ഏത് എന്ന് പറഞ്ഞ് ചുറ്റും ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ വിലക്കി. അതുകൊണ്ട് ആ സംഭവം ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ സംഭവം. അതായത് ഈ പുറത്ത് നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിനും അല്ലെങ്കിൽ ഈ പറയുന്ന ഒച്ചപ്പാടും പോലെയൊക്കെ ഉള്ളൂ. അവരുടെ വീട്ടിലൊരു പ്രശ്നമില്ലാന്ന്. സംഭവം ഇതൊരു ഗെയിമാണെന്നും കാര്യങ്ങളാണെന്നൊക്കെ അവർക്കും അറിയാം. പക്ഷേ ഗബ്രീൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ പൊസസീവായി പോയി എന്നുള്ളതാണ് നമ്മുടെ ജാഫർക്കയ്ക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗബ്രീൻ്റെ ഫോട്ടോയും ഈ പറയുന്ന മാലയും ഊരിയിട്ട് പുള്ളിക്കാരൻ പോകുന്നത്. ഈ ഒരു മാലയോട് കൂടി അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയോട് കൂടി ഗബ്രി എന്ന് പറയുന്ന ആ ഒരു ഇത് മനസ്സിൽ നിന്ന് പറിച്ച് മാറ്റണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ജാഫർക്ക വന്നിട്ടുള്ളത് പുതിയ മാലയുമായിട്ട്. പക്ഷേ പുറത്ത് നടക്കുന്ന പല പല കാര്യങ്ങളുടെയും ക്ലൂ നമ്മുടെ പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട് ജാസ്മിൻ. പക്ഷേ അതൊന്നും പറയാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അനൗൺസ്മെൻറ്റിലൂടെ മനസ്സിലായത്. അപ്പം അതുകൊണ്ട് തന്നെ
ഇതിൽ കൂടുതൽ എന്താണ് പുറത്തെ കാര്യങ്ങൾ അറിയേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഗബ്രിയുമായിട്ടുള്ള പ്രശ്നം പുറത്ത് ഭയങ്കര വലിയ പ്രശ്നമാണെന്നുള്ളത് ഈ ഇത്തരം കാര്യങ്ങളിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ടും വീണ്ടും വീണ്ടും എന്താണ് അറിയേണ്ടത്? ഇനിയിപ്പോൾ മര്യാദയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ 5 അല്ലെങ്കിൽ ഫൈനൽ 2 എത്താൻ പറ്റിയ ഒരാളാണ് ജാസ്മിൻ. എന്തൊക്കെ പറഞ്ഞാലും സംഭവം ഇത്രയും നാളും ഗബ്രീൻ്റെ കൂടെ നിന്ന് കളിച്ചുകൊണ്ട് മാത്രമാണ് നെഗറ്റീവ് അടിക്കേണ്ടി വന്നത്. പിന്നെ അറിയാമല്ലോ, കുറേ വായിന്നെല്ലാം അതും ഇതൊക്കെ തെറിവിളിയും മറ്റേ ഇതെല്ലാം വരുന്നുണ്ട്. അതൊക്കെ ഉണ്ട് ഒരു സൈഡിൽ. പിന്നെ മെയിനായിട്ട് നെഗറ്റീവ് വന്നത് ഈ ഒരൊറ്റ ഒരു കോംബോ, ജബ്രി കോംബോ കാരണമാണ്. ജബ്രി കോംബോ ഏതായാലും നമ്മുടെ ജാഫർക്ക വന്നിട്ട് നൈസായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ജാസ്മിൻ്റെ കളി എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയാം നമുക്ക്. കാരണം ഇത്രയും സംഭവങ്ങൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ജാസ്മിന് മനസ്സിലായിട്ടുണ്ട്. ഈ ഗബ്രിയുമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗബ്രീൻ്റെ കൂട്ട് പിടിച്ചിട്ടുള്ള പരിപാടി ഇനി മുന്നോട്ട് പോയാൽ അധികകാലം നിൽക്കലുണ്ടാവില്ല എന്നുള്ള കാര്യം ജാസ്മിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ജാസ്മിൻ ഇനി എന്ത് ചെയ്യും സുഹൃത്തുക്കളെ? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ.